പൊൻപീലിക്കുഴ ചാർത്തിയമ്പിളിയെതിർത്തു മന്ദഹാസം പൊഴിച്ചൻ പോലും മിഴിയാൽ ജനത്തിനമൃതം കോരിച്ചൊരിഞ്ഞങ്ങനെ കൊമ്പും കോലുമെടുത്തുയാമുനവനശ്രീ രാധികാരമ്യമാമമ്പാടി പശുപാല ബാലനടനം ചെയ്യാനൊരുങ്ങി പരൻ. ആ താമ്രപാണി കമലപ്രണയപ്രദോദമാലോലഹാര മണികുണ്ടലഹേമസൂത്രം ആ വിശ്രമാംബുഗതമംബുദ നീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. നമുക്ക് യുധിഷ്ഠിരൻ്റെ അശ്വമേധത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആ കീരി വന്നിട്ട് തണ്ണീരിൽ മുങ്ങി ആ ഒരു ഭാഗം കുറച്ച് വായിക്കാനുണ്ട്, അത് പറയാനും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അശ്വമേധിക പർവ്വം സമാപിക്കുന്നതായിരിക്കും. സജ്ജനങ്ങളെ, നമുക്ക് ഏതായാലും ആ അശ്വമേധത്തിൻ്റെ ബാക്കി ഭാഗം ഇത്തിരി കൂടി കാണും കേൾക്കും ചെയ്യാം. അന്നേരം ആശുജനനിയും സംഭ്രമൽ തന്നെ ഭാഗവും കൂടെ നൽകിയിടിനാൾ. എന്നിട്ടും വന്നേലതിഥി കലംഭാവമെന്നവാറേ മകനും കൊടുത്തിയിടിനാൻ. നന്ദനൻ തന്നെ പത്നിയും അന്നേരം തന്നെ ഭാഗം കനിഞ്ഞു നൽകിയിടിനാൻ. തൃപ്തനായ ആചമനാദികളും കഴിച്ചുത്തമനം വഴിപോക്കനിരുന്നിതു. യോഗ്യമായുള്ളോരതിഥി പൂജയ്ക്കുന്നു ഭാഗ്യമത്രേ. യോഗം വന്നതോർക്കും വിധോ ജന്മസാഫല്യവും ഇന്നു വന്നു. മഹാകർമ്മസാഫല്യവും വന്നിതു നിർണയം. തൃപ്തരായാർ പിതൃദേവാദികൾ നമുക്കെത്തുമിനി പരലോകൈക സൗഖ്യവും എന്നിവരൊത്തു പറഞ്ഞിരിക്കും വിധോ. വന്നു താണു ഭുവി സ്വർണ്ണ വിമാനവും ശ്രീവത്സ കൗസ്തുഭ പീതാംബരമണിഹാര കിരീട കടക കടിസൂത്രനൂപുര രത്നമകരാഢ്യ കുണ്ടല ചാരു ചതുർഭുജ ശംഖചക്രാദിയാമായുധം കൊണ്ടൊരു വിഷ്ണുദൂതന്മാരും മാധുര്യ ഗാംഭീര്യവാച പറഞ്ഞിതു സാദരം വന്നു വിമാനമേറിയിടുവിൻ. 4 തൃക്കൈകളാൽ അൻപോടൊരിക്കലേ 4 എടുത്താശു കരേറ്റിനാർ. നാരായണസ്വാമി താൻ അരുളി ചെയ്തു പോരുവിൻ വൈകുണ്ഠലോകത്തു വൈകാതെ. നിങ്ങൾക്കൊരു നാളുമില്ലൊരധോഗതി. ഞങ്ങളിലൊന്നായി ജഗൽസ്വാമി തന്നെയും നന്നായി പരിചരിച്ചാനന്ദം ഉൾക്കൊണ്ടു നന്ദോപനന്ദാദികളാലും മാന്യരായി വാഴ്കെന്നു ദേവദൂതന്മാരരുൾ ചെയ്തു. പോകുന്നു മേൽപൊട്ടു കൊണ്ടുപോയിടിനാൻ. അപ്പോൾ അതിഥിയേക്കാൾ കഴുകിച്ച നീരൽപ്പമത്രേ വെലാൽ ഞാനവിടെ ചെന്നേൻ. അപ്പുറമൊക്കെ നനഞ്ഞോരനന്തരം അപ്പോഴേ പൊന്നിറമായി വന്നിതപ്പുറം. അറ്റമില്ലാതോളം ഭൂസുരേന്ദ്രന്മാരെ കുറ്റമൊഴിഞ്ഞുടൻ കാൽ കഴുകിച്ച നീറപ്തി പോലെ കിടക്കുന്നതു കണ്ടു മറ്റേപ്പുറം. പൊന്നിറമായി വരുമെന്നോർത്തു വന്നിതിൽ ചാടി മുഴുകിനേനാവോളം. എന്നിട്ടുമേതുമൊരു ഫലം വന്നീല. അന്നു സകൃൽ പ്രസ്ഥനാൽ കൃതമായൊരു പുണ്യഫലമിനി മറ്റൊന്നിനുണ്ടാക എന്നു പറഞ്ഞു. മറഞ്ഞിതു കീരിയും നന്നെന്നു പറഞ്ഞതെല്ലാവരും. ധർമ്മജൻ താനുമധികം വിനീതനായി നിർമ്മല മാനസനത്യന്ത ശാന്തനായി കൽമഷനാശനൻ ചിന്മേനീശ്വരൻ കർമ്മണാം ആധാരഭൂതൻ ജഗന്മയൻ ധർമ്മസ്ഥിതികരൻ നിർമ്മലൻ നിർമ്മമൻ തന്മഹാമായാവിലാസങ്ങൾ ചിന്തിച്ചു തത്വരൂപം മനതാരിലുറപ്പിച്ചു. തൽസേവ്യനായ യുധിഷ്ഠിര ഭൂപതി ധർമ്മേണ രാജ്യപരിപാലനം ചെയ്തു. ധർമ്മധാരങ്ങളോടും കലർന്നാദരാൽ സോദരാമാത്യ പുരോഹിത സാമന്ത ഭൂദേവ പൗരജനങ്ങളോടും മുതാ ഹസ്തിനമായ പുരത്തിങ്കലാമാറു നിത്യസുഖത്തോടിരുന്നിതക്കാലമേ.
ഇത് ശ്രീ മഹാഭാരത അശ്വമേധിക സർവം സമാപ്തം. അശ്വമേധിക പർവം സമാപ്തം. അപ്പോൾ കീരി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അന്ന് ഈ സകർപ്രസ്ഥൻ എന്ന് പറഞ്ഞൊരു പിന്നെ ബ്രാഹ്മണൻ, അദ്ദേഹം ഒന്നുമില്ല ദാരിദ്ര്യത്തിൻ്റെ പരമ കാഷ്ട, നമ്മുടെ സുധാമാവിനെ പോലെയൊക്കെ ആവും. അപ്പോൾ ഉതിർമണി അന്നന്ന് ഉതിർന്ന് വീഴുന്ന വയലിൽ ആ നെന്മണി പറക്കി കൊണ്ടുവന്നിട്ട് ഒരു ദിവസം വറുത്ത് പൊടിച്ച് 4 ഓഹരിയാക്കി നോക്കുമ്പോഴത്തേക്കാണ് ഒരു വഴിപോക്കം വന്നത്. കുറച്ച് വെള്ളം വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം മാത്രമല്ല, എൻ്റെ ഓഹരി കൊടുക്കാമെന്ന് അച്ഛൻ. എൻ്റെതാണ് കൊടുക്കുന്നത് അമ്മ. എൻ്റെതാണ് കൊടുക്കേണ്ടത്, നിങ്ങളെ ഞാനല്ലേ പോറ്റേണ്ടതെന്ന് മകൻ. എൻ്റെ ഭർത്താവ് ഉപജീവനം ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കില്ല എന്ന് പുത്രൻ്റെ പത്നി. അങ്ങനെ എല്ലാവരതും കൊടുത്തിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവർ പറയുന്നു, നമ്മുടെ ജീവിതം ധന്യമായി, നല്ലൊരു അതിഥി പൂജയല്ലേ ഇന്നുണ്ടായത്, സന്തോഷമായി, ഇനി നമുക്ക് വൈകുണ്ഠപ്രാപ്തി കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിമാനം വന്നു. ശംഖചക്ര കഥാപത്മത്തോടു കൂടിയുള്ള ആൾക്കാർ, ചതുർഭുജന്മാരും 4 ആൾക്കാരും അങ്ങനെ വന്നിട്ട് വിമാനത്തിൽ കയറുമെന്ന് പറഞ്ഞ് വിമാനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. അപ്പം അദ്ദേഹത്തിന് ആ ബ്രാഹ്മണനെ കാല് കഴുകിച്ച നീര് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളെ കഴുകിച്ചതല്ലേ, ഞാൻ അറിയാതെ അതിലെ പോവുകയും ചെയ്തു. ആ വെള്ളത്തിലങ്ങ് വഴുക്കി വീണ് പോവുകയും ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഈ ഒരു ഭാഗം പൊന്നറമായത്. ഇവിടെ ഇപ്പം എത്രയോ ബ്രാഹ്മണന്മാരെ കാല് കഴുകിച്ചിട്ടുണ്ടല്ലോ. ആ നീരിൽ ഞാൻ എന്നിട്ട് മറ്റേ ഭാഗം കൂടി പൊന്നിൻ്റെ നിറാവട്ടെ എന്ന് പറഞ്ഞിട്ട് മുങ്ങി നൂരും ചെയ്തതാണ് ആ സകൽപ്രസ്ഥൻ്റെ ആ ഒരു അതിഥി പൂജയോളം ഒന്നും നല്ലതില്ല എന്ന് പറഞ്ഞു. ഇതിന് യുധിഷ്ഠിരന് എത്രയെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് തീരട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ ചെയ്യുന്ന മായാവിലാസങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ അശ്വമേധിക പർവ്വം സമാപിച്ചിരിക്കുകയാണ്. ഇനി ആശ്രമവാസ പർവ്വത്തിലേക്കാണ് കടക്കുന്നത്. ഹരിശ്രീ ഗണപതി നമ വിഘ്നമസ്തു. ഇതിലാണ് ധൃതരാഷ്ട്രകളൊക്കെ പിന്നെ ഗാന്ധാരിയും കുന്തിദേവിയൊക്കെ പിന്നെ അവരുടെ ചരമഗതി പറയുന്നത്. കഥയ മമ കനിവിനോടു ശാരികേ കാരുണ്യമൂർത്തി കഥാമൃതമോമലേ മധുരധരരസ കദളി മധുകുള്ള സീതാദിയും മാനസാനന്ദം വരുമാറു സേവിച്ചു മധുമഥന ചരിതരസമഴ കൊടുര ചെയ്ക നീ. മായാവിലാസങ്ങൾ കേട്ടാൽ മതിവര തതനു കിളിമകളും അതു പൊഴുതു കുതുകാശയാ താൽപര്യത്തോടു ചൊല്ലിത്തുടങ്ങിനാൽ നൃപതി കുലത്തിലകൻ അതിസുമതി ജനമേ ജയൻ. നിർമ്മലനായ വൈശമ്പായനോടു കഥകളിവ പലവും അതികുതുകമോടു കേൾക്കയാൽ കൗതുകത്തോടു ചോദിച്ചിതു പിന്നെയും. ശമനസുത പവനുത ഹരിഹയസുതാദികൾ താതനോടെങ്ങനെ വർത്തിച്ചതു ശേഷം മുനിവരനും അതു പൊഴുതു ചൊല്ലിനാൻ ഉത്തരം. മോദേന കേട്ടുകൊള്ളുകെങ്കിൽ നരാധിപ തതനു പിതൃപതി തനയനാദികൾ ഒക്കവേ താതനോടൊത്തവണ്ണമിരും നീണ്ടിനാൾ. അമിതബലമുടിയ കുരുനൃപതി ധൃതരാഷ്ട്രരും ആത്മജന്മാരോടഭേദമായി മേവിനാൾ നിജ തനയനവരുടു ബധസുയോധനൻ തന്നോടു നീതിയിൽ മുന്നമിരുന്നവണ്ണം തന്നെ നിജ സഹജതനയരുടിരുന്നിതു ഭൂപനും ധർമ്മജന്മാ പിതൃശുശ്രൂഷയും ചെയ്താൻ. അധിക രസസുഖമൊടു കഴിഞ്ഞിതു വത്സരമങ്ങനെ തന്നെ 15 പോലെ തതനു പുനരൊരു ദിവസം അനിലസുതൻ എത്രയും താപമാറോ പരുഷങ്ങൾ ചൊല്ലിനാൻ. പവനസുത കടുവചന നിശമനത ശാന്തരെ പാർത്ഥിവേന്ദ്രനു വൈരാഗ്യമുണ്ടായി വന്നു. തുഹിനകരകുലമതിലൊരവനിപതിയായഹം ശോഭയോടെ പിറന്നിടിനേൻ ഇന്നിപ്പോൾ വിധിവിഹിതമിഹ ശിരസിലിഖിതമിതി വിസ്മയം വിത്തം പിതൃക്രിയക്കില്ലെന്നതും വന്നു. മറയവരിലൊരുവനടിമലർ കഴുകി ഊട്ടിയാൽ മാനിച്ചൊരു പണം ദക്ഷിണക്കില്ല പോൽ വിഗതം. നയനനും അതിവിരക്തനായപ്പോഴേ വേഗാൽ വനത്തിനു പോവാൻ പുറപ്പെട്ടു ശമനസുതൻ. അതു പൊഴുതു ജനകനോടു കൂടവേ താപേന കാനനത്തിനു പുറപ്പെട്ടു. പരിചരവസുനൃപതി തുഹിതൃ
സുതനന്നേരമോടി അവിടെ കുടനെഴുന്നള്ളിനാൻ. കുരുനൃപതി തനിയനോട് വേണ്ടിയിണ വണങ്ങിനാൻ കൊണ്ടാടി മാമുനി താനോ മരു ചെയ്തു. നിഖില കുലതിലകനീതിജ്ഞ ധർമ്മജ നിർമ്മല ബുദ്ധിയെ യുധിഷ്ഠിര കേൾക്കനി ക്ഷിതിപതികള അഥ ചരം അവയസി തനയോദയെ. കീർത്തി കലർന്നു വനത്തിൽ വസിക്കണം അതിനു നരപതിയും ഇത് പൊഴുതു കരുതിയിടിനാന്യായമിപ്പോൾ നിനക്കു വനവാസം അതിനുമൊരു സമയം ഇനി വരും അതന്നാമെടോ അച്ഛനെപ്പോ വാനയക്കേണം ഇക്കാലം. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ഈ ഭീമസേനാണ് ഭക്ഷണം ഉരുട്ടി ദിവസം കൊടുക്കുന്നത്. ഒരു ദിവസം കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞു എന്നാ പറയുന്നത്, പരുഷം പറഞ്ഞു. പണ്ട് ചെയ്തതൊക്കെ ചില സമയത്ത് ഓർമ്മ വന്നിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞു പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ എന്നാ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് വിരക്തി വന്നു എന്ന് പറയുന്നു ആർക്ക്, ധൃതരാഷ്ട്ര മഹാരാജാവിന്. അപ്പോൾ ഇനി മതി ജീവിച്ചിരുന്നിട്ട് വലിയ രാജാവായിട്ട് ജനിച്ചിട്ട് ജീവിച്ചിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ആയില്ലേ, എനിക്ക് ജീവിക്കണ്ടാകുന്നിട്ട് വനത്തിലേക്ക് പോകാൻ പുറപ്പെടുന്നു. പയ്യന്നെ യുധിഷ്ഠിരന് അച്ഛൻ പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകുന്നു പറഞ്ഞിട്ട്. അപ്പോൾ വേദവ്യാസ മഹർഷി വന്നിട്ട് വന്നിട്ടുണ്ടെന്ന് കളിക്കുന്ന അച്ഛൻ്റെ കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു. പിന്നെ മക്കളും എന്ന് പറഞ്ഞ പോലെ ആയി. ഇനിയിപ്പോൾ അച്ഛന് വാനപ്രസ്ഥം തന്നെയാണ് യോഗം, വല്യച്ഛന്. അതുപോലെ എനിക്ക് പോകാനായിട്ടില്ല, ഒരു സമയം ഉണ്ടാവുന്നേരം എനിക്കും പോവാമെന്നും പറഞ്ഞ് ഇപ്പം പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുവന്നു. പ്രണയതര ഹൃദയമൊടു നയനനു പിതാവുടൻ പ്രീത്യ നയസാരമുപദേശിച്ചു. ധനവും അനവധി ജനക മനസ്സി ഹിതമാം വണ്ണം ധർമ്മജന്മ പിതൃപൂജക്കു നൽകിനൻ കനകമണിവസന ബഹുവിധ വിഭവജാലവും കാലാത്മജന്ന സംഖ്യം കൊടുത്തിടനൻ വിമല സമുദയ സമയമോട് പുറപ്പെട്ടു. വിപ്രോത്തമന്മാർക്കു ദാനങ്ങളും ചെയ്തു വിശദമതി വിദുരരുടു കാന്ധാരി കുന്തിയും വീറുള്ള സഞ്ജയൻ താനും പുറപ്പെട്ടു വിരവിനോട് വിപിനഭുവിച്ചെന്നിരുന്നേവരും. വിസ്മയമായ തപസ്സു തുടങ്ങിനൻ ഫലജല ദലാനീലാഹാര ഭേദേന പോയി തത്ര കഴിഞ്ഞു പലവ സംവത്സരം. അത ശമനസുത പവന തനേ വിജയാദികൾ അച്ഛനെ കാൺമാൻ അടവി പൊക്കിയടിനൻ മുനിവരരും അവന് സുരവരരും എഴുന്നള്ളിനാർ. മുഖ്യനം വ്യാസനും അപ്പോൾ എഴുന്നള്ളി പിതൃചരണ നളിനയുകളം പ്രണേമുസ്തതാ. പിന്നെ പരാശരനന്ദന പാദവും തൊഴുതധിക പരിതാപമോരോന്നോരോന്നോതി പരിദേവനം ചെയ്തനന്തരം വിധി തനയനന്ദനൻ തന്നുടേ. വ്യക്തമായുള്ളൊരു യോഗബലത്തിനാൽ കുരുസമരശിരസി മൃതരായ ജനങ്ങളെ കൂട്ടമേ കാട്ടിക്കൊടുത്തിതു വൈകാതെ. നിജതനയ ശതസഹിത ബന്ധുവർഗത്തെയും നിത്യം മരിച്ച പടയുമൊക്കെ കണ്ടു സുഹൃദരിഭ്രമമുള്ള നൃപനപ്പോൾ സ്വപ്നവും ജാഗ്രത്വമൊക്കുമെന്നും വന്നു. ജനകനോട് കനിവിനോട് അനുജ്ഞയും കൈക്കൊണ്ടു ചെമ്മേ ഗജാഹ്വയം ബുക്കിതോ പാണ്ഡവർ തതനു കുരുപതിയുമത ജനനികളുമായുടൻ. തത്ര വനത്തിങ്കൽ നിന്നു നാഗം പൊക്കാർ അമരപുരി മരുവും അവരവർക്കെല്ലാവർക്കും ആശുയുത്സുവിനെ കൊണ്ടു ധർമ്മജൻ പരിജനോട് ഗതി വരുവതിനുദകാതിയും പാർത്ഥിവൻ ചെയ്യിച്ചു പിണ്ടവും നൽകിനാൻ. ജനകജനനികൾ വിഷയമഴ കൊടു സപിണ്ടിയും ചെയ്തു സാംവത്സര ശ്രാദ്ധവും ഒട്ടിനൻ. ധനവും അതിഹിതമോട് കൊടുത്തിതു വിപ്രകൃദാനമാനന്ദമോടാശീർവചനവും നൃപതി കുലവരനു തെളിവോടു നൽകിയിടിനാൾ. നിർമ്മലനായ വിതുരരതുകാലം ഭഗവതനുചരവദനം അതോ നിശമ്യദ്രുതം ഭക്ത്യാ ഭഗവദ്ഗതിയും ഉദന്തവും മഹസി ഭഗവതി ഭുവനപതി ഹൃദയമാത്മന മായാവിഹീനെ ലയിപ്പിച്ചിതവ്യയെ. വിബുദ്ധസരിതുപതടമർന്ന മിത്രാത്മജൻ വിജ്ഞാന സംയുത ജ്ഞാനാദികളെല്ലാം
ഭഗവതുപദേശമാർഗേണ കേൾപ്പിച്ചിതു ഭാസ്കരപുത്രാംശഭൂതൻ വിതുരരും മുനികൾ വരനായ മാണ്ഡവ്യശാപം തീർന്നു മുഖ്യനാം ധർമ്മനോടങ്ങു ചേർന്നിടിനനിധി മുനിവരൻ നൃപൻ തന്നോട് ചൊന്ന കഥയെല്ലാം മുനികൾക്കു സൂതനും ചൊല്ലിനാൻ സരസവചനേന ചൊന്നാൽ കിളിപ്പൈതലും തൽക്കഥയാലയങ്ങളോടും അക്കാലമേ. ശ്രീ മഹാഭാരതാശ്രമവാസപർവം സമാപ്തം. ഇതിലൂടെ ഇദ്ദേഹം ഈ ധൃതരാഷ്ട്രരും കുന്തിദേവിയും ഗാന്ധാരിയും ഒക്കെ സ്വർഗപ്രാപ്തി കൈവരിച്ച് ആ ഒരു കഥ മാത്രമാണ് ഈ ആശ്രമവാസ പർവ്വത്തിൽ പറയുന്നത്. അപ്പോൾ കൂടെ പോവാൻ തുടങ്ങിയിട്ട് സമ്മതിച്ചില്ലല്ലോ ധർമ്മപുത്രര്. പിന്നീട് അപ്പോൾ അവിടെ പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ അച്ഛനെയും അമ്മേനെയും ഒന്ന് കാണണം തോന്നി വല്യച്ഛന. പോയ സമയത്ത് പിന്നെ വേദവ്യാസനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ നമസ്കരിച്ചു, അമ്മേനെയും വല്യമ്മേനെയും ഒക്കെ നമസ്കരിച്ചു, വേദവ്യാസനെ നമസ്കരിച്ചു. അന്നേരം എല്ലാം കഴിഞ്ഞു അവർ സ്വർഗപ്രാപ്തി കൈവരിച്ചു എന്ന് പറയുന്നു. അതോടുകൂടി ഈ ആശ്രമവാസ പർവ്വവും കൂടി സമാപിച്ചു. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് മൗസല പർവ്വം. മൗസല പർവ്വത്തിലാണ് ഈ ഭഗവാന്റെ ബന്ധുക്കളൊക്കെ കുടുംബം എന്ന് വെച്ചാൽ എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. ഭഗവാന്റെ ആൾക്കാരുണ്ടല്ലോ യാദവന്മാരെ, അവർ തമ്മിൽ തെച്ചിട്ട് ചാവണ്ടേ എന്നാലല്ലേ. എല്ലാ 36 വർഷം ഇന്നേക്ക് 36 വർഷമാകുമ്പം നിന്റെ വംശം നശിക്കുന്നല്ലേ ഗാന്ധാരിയുടെ ശാപം ഉണ്ടായിരുന്നത്. ആ 36 വർഷം വന്നു. അതാണ് ഇനിയിപ്പം മൗസല പർവ്വത്തിൽ നമുക്ക് കേൾക്കാം. ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. വരി കരി കിരി കിളി മകളെ നീ വരി നെല്ലിനവലരി വറുത്തെള്ളും നവനാളികര സലീലവും പാലും നവനിതമൊടു ഗുള സിതാദിയും മധുസിതാദിയും തരൂവൻ വൈകാതെ മധുരമാമ്പണ്ണം പറകശേഷവും ഹരിമുര വരി നരകാരി ശൗരി പരി കരി പരിവൃഢ പരിതാപഹരി ദുരിതനാശന നമരാരി വൈരി ഹരിതരീതികളുര ചെയ്തിടുക വിരവോടു കാലം കളയാതെ വൃഥ നരജനനം നീ സഫലമാക്കണം. ശുഖതരുണികൾ മണികളുമായി സുഖം വരുമാറു പറഞ്ഞളന്നേരം മനസ വിഷ്ണുരാതനും ശൈവം വൈശംബായ മുനിവരനോടു ചോദിച്ചിതു നയനഹീനനം നരപതി വാനോരയനം പ്രാപിച്ചോരനന്തരം നൃപൻ പിതൃപതി സുതൻ പ്രവർത്തിച്ചതെന്ത് മധുരി പൂനാഥൻ അനുഷ്ഠിച്ചവാറും തതനു വൈശംബായന മുനിവരൻ മുദീതനായുടനരുൾ ചെയ്തിടനൻ ശൃണു നരവര കഥാശേഷം ചൊൽവൻ ഗുണവാനാകിയ നൃപതി ധർമ്മജൻ ധരണി മണ്ഡലം പരിപാലിച്ചവാർ ഉര ചെയ്തിടുവാൻ പണിയത്രേതുലും ഭരതഹേഹയ നഹുഷരാഘവ കുരു പുരു പുരൂരവ ഭഗീരഥ സഗരമാന്ധാതൃപൃഥു നളശിബി നഖ നിമി ബലി രഘു സഹോത്രാദി പല പല ദിവ്യ നരപതി വീരരല സ്വഭാവം കൈവെടിഞ്ഞു ഭൂതലം പരിപാലിച്ച നാളിവണ്ണം വന്നതില്ലൊരു സൗഖ്യം പ്രജാസമൃദ്ധിക്ക് നൂനം പൃഥ്വിപാലകൻ ഗുണവാനെന്നാകിൽ കൃതയുഗത്തിലും കലിയുഗം നല്ലു അധർമ്മവിത്തെങ്ങും മുളയാതെ ഭുവി സ്വധർമ്മനിഷ്ഠയ വസിച്ചിതു ലോകം മത 36 പരീക്ഷവും വന്നു പ്രതിഭയങ്ങളായുടനുടൻ ഭുവി പെരുകെ ദുർനിമിത്തവും കാണായി വന്നു പരിതാപം കൊണ്ടു യുധിഷ്ഠിരനപ്പോൾ അതു സഹദേവനോടു പറഞ്ഞപ്പോൾ കുതൂകം കൊണ്ടുടനവൻ ഉര ചെയ്തു ഇനിയുള്ള കാലം കലിയുഗമത്രേ മുനീജനങ്ങളും മറഞ്ഞു പോമല്ലോ മഴയും പെയ്കയിൽ ഇനി വേണ്ടുന്നേരം വഴിയെ ഭൂമിയും വിളകയില്ലല്ലോ കൊടിയ കാറ്റുണ്ടായി മരങ്ങളും വീഴും പടുതിയും പിടിപെടും ഗൃഹം തോറും ചതിച്ചു കൊൽകയും പൊളി പറയുകയും
വിധിച്ച കർമ്മങ്ങൾ അവ ചെയ്യായികയും പിതൃക്രിയകളും വഴിയെ ചെയ്യുകയില്ല അതിക്രമിച്ചിടും. ഗുരുജനത്തെയും നിജ കുലവിദ്യ പഠിക്കയില്ലാരും പ്രജകളും നന്നായി വരികയില്ലല്ലോ. ദുജന്മാർ പോണു നൂൽകളകയില്ലൊരു ഭജനം മറ്റില്ല കൃപയുമില്ലാർക്കും. നൃപന്മാർ നാട്ടിലുള്ളവരോടു കട്ടും കവർന്നു മാർജിക്കും. വെറുതെ വിത്തവും ഇരുട്ടൊഴിഞ്ഞിട്ടില്ലൊരു പരമർത്ഥം. പറിക്കും കച്ചവടത്തിനും കളവത്രേ കലിയുഗത്തിലുള്ള അവസ്ഥകളിവ പലവും ഇങ്ങനെ പറയുന്നു പാർത്താൽ. അതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് 36-ാമത്തെ വർഷം വന്നിട്ടാകുമ്പോൾ ധർമ്മപുത്രർ എന്തെല്ലോ കാണുന്നു. എന്തൊക്കെയോ കാണാൻ പാടില്ലാത്ത സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത് പോലെ. അപ്പം സഹദേവനാന്ന് ഇവരെ 5 വെച്ചിട്ട് വിദ്വാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സഹദേവ ഇങ്ങനെയൊക്കെ വല്ലാത്തൊരു ഭീതി ഉണ്ടല്ലോ, എനിക്ക് പേടിയാവുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സഹദേവൻ പറഞ്ഞു, കലിയുഗമാണ് ഇനി വരുന്നത് കേട്ടാ. കലിയുഗത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് പറയാനാവില്ല. ഭൂമിയിൽ വേണ്ട പോലെ വിളവ് വരില്ല, വലിയ കൊടുങ്കാറ്റുണ്ടാവും, മരങ്ങളൊക്കെ വീഴും, പടുതി പിടിപെടും, പിന്നെ ചതിച്ചു കൊല്ലും, കളവ് പറയും, വിധിച്ച കർമ്മമൊന്നും ചെയ്യൂല, ഒന്നും ഇത് ഗുരുജനങ്ങളെല്ലാം ദ്വേഷിക്കും, അവനവന് പറഞ്ഞ വിദ്യ ഒന്നും ആരും ചെയ്യൂല, പ്രജകളൊന്നും നന്നായി വരൂല, തുജന്മാർ പൂണൂല് കളയില്ല. അപ്പം അവർക്ക് ഇടയ്ക്കൊരു പൂണൂല് മാറ്റുന്നൊരു സമ്പ്രദായമുണ്ട്. അതൊന്നുമില്ല, ഒന്നും ഇട്ട പിന്നെ ഇട്ട തന്നെ. അങ്ങനെയൊന്നും ഭജനവുമില്ല, കൃപയില്ല ആരോടും. രാജാക്കന്മാരല്ല, ഇനിയുള്ള ആ കലിയുഗത്തിലുള്ള ഭരണകർത്താക്കള് ശരിക്കിതാ പറഞ്ഞു വെച്ചിട്ട് നാട്ടിലുള്ളവർ കട്ടും കവർന്നിട്ടും ആണ് ഇനി ഉണ്ടാക്കലെന്ന്. ഇത് തന്നെയല്ലേ ഇന്നിപ്പോൾ നടക്കുന്നത്. നൃപന്മാർ നാട്ടിലുള്ളവരോട് കട്ടും കവർന്നു മാർജിക്കും വെറുതെ വിത്തവും. ഇന്ന് പറയാനുള്ളത് ഇതിൽ കൂടുതലായിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഭരണകർത്താക്കളാണ് ഇന്നത്തെ നൃപന്മാരെന്ന് പറയുന്നു. എപ്പം ഇരുട്ടൊഴിഞ്ഞിട്ടില്ലൊരുവരും അർത്ഥം പറിക്കും കച്ചവടത്തിനും കളവത്രേ. അർത്ഥമെല്ലാം കക്കും, എന്നിട്ട് കച്ചവടം കള്ളക്കച്ചവടം. ഇപ്പോൾ കള്ളക്കച്ചവടമല്ലേ, എല്ലാം തൂക്കമെല്ലാം ശരിയായിട്ടുണ്ടോ? അന്നേരം കലിയുഗത്തിൽ ഇന്ന് മാതിരിയാണ് അവസ്ഥകൾ ഉണ്ടാവുന്ന കേട്ടാന്ന് പറഞ്ഞു. പൊറുതിയില്ലേതു മഹനീലിനി പുറപ്പെടുക വേണ്ടതു വൈകാതെ നാം എന്നെ പറഞ്ഞു. ഇളയാള് പറഞ്ഞു സഹദേവൻ, ഇനി നമുക്കിവിടെ ജീവിക്കാനാവില്ല കേട്ടാ, നമുക്ക് പോയിക്കൊള്ളാന്ന്. ഇതു സഹദേവൻ പറഞ്ഞിരിക്കുമ്പോൾ ഏതോ കുലനാശം ചടുതി കേൾക്കായി വണ്ണം താപസനരുൾ ചെയ്തിടിനാൻ. അവനി നായകൻ തൊഴുതു ചോദിച്ചു കിമപി വിസ്തരിച്ചരുളി ചെയ്യണം കമല നേത്രൻ തന്നെ ലോകപ്രാപ്തി. യദുകുലമെല്ലാം ഒടുങ്ങിയ വാറും കുതൂകമോടുടനരുളി ചെയ്യണം. തെളിഞ്ഞു വൈശമ്പായനരുൾ ചെയ്തു കളികൾ കേൾക്കെങ്കിൽ കമലാക്ഷൻ തന്റെ വിളയാട്ടും മായാമഹിമയുമെല്ലാം വിളങ്ങിടും നിജ നിലയപ്രാപ്തിയും. ധരണി വല്ലഭൻ കരുണാവാരിധി സരസിജനേത്രൻ തിരുവടി മുതാ വിളങ്ങും ദ്വാരകാപുരിയിലാ മറു തെളിഞ്ഞു വാഴുന്നാളകമേ ചിന്തിച്ചാൻ. ഒരു വണ്ണം ഭൂമി ഭരം കളഞ്ഞു ഞാൻ പെരിയ ഭാരത സമരവ്യാജത്താൽ. ഒരു കൂട്ടം ദുഷ്ടരൊടുങ്ങി കേവലമൊരു കൂട്ടം ദുഷ്ടരുളവായും വന്നു. മമ സുതന്മാരായവർക്കൊരു നാളും ശമനമാരാലും വരികയുമില്ല. അവരെയും കൂടെ ഒടുക്കിക്കൊള്ളുവാൻ അവകാശം എന്തോർത്തിരുന്നരുളുമ്പോൾ ഒരു ഭരദ്വാജ വസിഷ്ഠ കാശ്യപാദ്യഖില താപസരൊരുമിച്ചേ കഥ ഭഗവാനെ എഴുന്നള്ളുന്നേരം ഭഗവത് പുത്രന്മാർ പലരും ഒന്നിച്ചു മുനികളെ കണ്ടു. മനസ്സിൽ ചിന്തിച്ചാരിനി ഇവരെ നാം വലക്കണം ഇപ്പോൾ. അപ്പം എന്താ പറയുന്നത്, നമുക്കിനി പോയിക്കൊള്ളാന്ന് സഹദേവൻ പറഞ്ഞു. ആ സമയത്ത് യദുകുലനാശത്തിന് തുടക്കം കുറിച്ചു. ഭഗവാൻ ഇങ്ങനെ ഇരുന്നിട്ട് വിചാരിക്കുന്നു, ഒരു കൂട്ടം ദുഷ്ടന്മാരെ ഞാൻ ഒടുക്കി. ഒരു കൂട്ടം ദുഷ്ടന്മാരുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ മക്കളും എല്ലാം ആയതുകൊണ്ട് ആരുടെ കയ്യിൽ നിന്ന് അവർക്ക്
നാശം ഉണ്ടാവില്ല. അപ്പം അവർ തമ്മിൽ തന്നെ ചാവേണ്ടി വരും. അതിനുള്ള വിദ്യ നോക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് സപ്തർഷികൾ വരുന്നു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർക്ക് അഹങ്കാരം അങ്ങ് മൂത്തു. അവർക്ക് ഭഗവാന്റെ മക്കളെല്ലാം അവർക്ക്. മുനികളെ കണ്ടു മനസ്സിൽ ചിന്തിച്ചാർ ഇനി ഇവരെ നാം വലക്കേടാം ഇപ്പോൾ ചടുതി സാമ്പനെ ചമയിച്ചിടിനാൻ ഉടലും ഗർഭിണിയുടെ വടിവാക്കി മുനിവരന്മാർ തൻ തിരു മുമ്പിൽ ചെന്നു വിനയം ഭാവിച്ചു തൊഴുതു ചോദിച്ചാൻ. വിനയം ഭാവിച്ചിട്ട് അപ്പം സാമ്പന ഒരു ഗർഭിണിയുടെ രൂപം കെട്ടിച്ചു. കുറെ തുണിയെല്ലാം വെച്ച് കെട്ടി വയറെല്ലാം വലുതാക്കി. അപ്പം സാമ്പന കൊണ്ടുപോയി ഇവരുടെ മുമ്പിൽ, മഹർഷിമാരുടെ മുമ്പിൽ നിർത്തി ചോദിച്ചു, ഒരു ഗർഭിണിയാണ് ഇവള്, ഞങ്ങളുടെ സഹോദരിയാണ്. ഇവൾ പെറുന്നതോ പുരുഷനോ പെണ്ണോ ദിവസമേറ്റെന്നോ മരുളി ചെയ്യണം. അതു കേട്ട അന്യോന്യം അവരും നോക്കിക്കണ്ടതിനൊരു ഉത്തരം മരുൾ ചെയ്തിടിനാർ. അടുത്തിരിക്കുന്നീതിവൾക്കു പേരിപ്പോൾ പടുത്വമേറിടും ഇരുമ്പുലക്കയതതിനാലെ കുലം മുടിയും നിങ്ങൾക്കെന്നതീനൊക്കില്ലെന്നതോ മരുൾ ചെയ്താൻ. ചോദിച്ചു, ഇവള് ആണിനോ ആൺകുട്ടിയോ പെൺകുട്ടിയോ പ്രസവിക്കല് ഇത് സമയത്തായിരിക്കും ഉണ്ടാവുന്നതെല്ലാം വിനയം ഇല്ല. വിനയം ഭാവിച്ചിട്ട് ചോദിച്ചു. അപ്പം പറഞ്ഞു, അവർ പരസ്പരം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവൾ പേറുന്നതോ അടുത്തിരിക്കുന്നത് ഇവൾക്ക് പേർ, ഇവൾക്ക് ഇപ്പം പ്രസവം ആവാനായി, ഇരുമ്പൊലക്കെ എന്നെ പ്രസവിക്കില്ല, അതുകൊണ്ട് നിങ്ങളുടെ വംശം നശിക്കുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. മുരരി ഭൂമതമറിഞ്ഞു മാമുനിവരന്മാരും വിരഞ്ഞെഴുന്നള്ളിയിടിനാർ സകല ലോകനായകനെയും കണ്ടു ഭഗവത് ഭക്തന്മാർ മറഞ്ഞിതക്കാലം. ചിരിച്ചു ഭാഷിച്ചു നടന്നു ബാലന്മാർ വിറച്ചു സാമ്പനം പ്രസവിച്ചിടിനാൻ. ഇരുമ്പുലക്ക കണ്ടതീ ഭയം പൂണ്ടു പരൻ പുരുഷനോടുണർത്തിച്ചിടിനാൻ. യദുരാജൻ തന്നോടറിയിക്കുന്നതു മധുരി പോതാനോ മധു കേട്ട നേരം അവരും ഭൂപാലനോടു പറഞ്ഞിതു അവനിശൻ താനും പുനരുര ചെയ്താർ. ഇരുമ്പുലക്കയതഖിലം നിങ്ങളോ മരം കൊണ്ടു രാഗിപ്പൊടിച്ചു വൈകാതെ കലക്കുക അഴികിൽ പുനരെന്നാലുമി കുലത്തിനു നാശമിളക്കരുതല്ലോ. അതു പൊടിച്ചവരുതീലിട്ടാരതു പഴുതൊരു കഷണം ശേഷിച്ചു. അതു സമുദ്രത്തിലെറിഞ്ഞതുമൊരു പൃഥുരോമം ചെന്നു വിഴുങ്ങിതന്നിരം. വലയിൽ കിട്ടി മത്സ്യവും കൈവർത്തനൻ കൊല ചെയ്തു കീറിയതു നേരം കണ്ടു. എടുത്തു കാട്ടിനാനിരമ്പു തൻ ഖണ്ഡം കൊടുത്താൻ കാട്ടാളൻ തനിക്കവെന്താനും ഒരു ശരം തീർത്താൻ അതു കൊണ്ടക്കാലം. ഇരുമ്പുലക്ക തൻ പൊടിയായുള്ളതും തിരവായുടെ വന്നടിഞ്ഞു തീരത്തു വിരവോടേരക തൃണമായുണ്ടായി ധനഞ്ജയൻ താനും. ഭഗവാനെ കൺമൻ തനിയെ ശ്രീമദ്വാരകയകം ബുക്കാൻ അരവിന്ദോത്ഭവ പുരഹരാദികൾ അരവിന്ദാക്ഷനെ തുതി ചെയ്തിടുന്നൻ തെരുതരെ. ദ്വാരാവതിയിൽ അക്കാലം പെരിയ ദുർനിമിത്തവും കാണായി വന്നു. അപ്പം അത് ഭഗവാനെ കൊണ്ട് കാണിച്ചു. ഇങ്ങനെ പ്രസവ വേദന അനുഭവിക്കും, മറ്റേവർ ചുറ്റുണ്ട്. മതി മതി മതി, അസലായിട്ടുണ്ട്. ഏതായാലും അഭിനയം മതി സാമ്പ മതി എന്ന് പറയുന്നത്. സാമ്പന് അങ്ങനത്തെ പ്രസവ വേദന ശരിക്കും. അപ്പം കീറിയിട്ടെടുത്തു അവർ കഷ്ണം, ഇരുമ്പിൻ്റെ കഷ്ണം. അത് കൊണ്ടുപോയി ഭഗവാനെ കാണിക്കാൻ പറഞ്ഞു. എന്ത് കൊണ്ടുപോയി രാജാവിനെ കാണിക്ക്, ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഭഗവാൻ നിസ്സംഗനായിട്ട് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയി രാജാവിനെ കാണിച്ചു. രാജാവ് പറഞ്ഞു, അതിനെ ഏതായാലും ഇരുമ്പ് രാഗി പൊടിച്ചിട്ട് സമുദ്രത്ത് കലക്കുക, ഏതായാലും വംശനാശം ഉറപ്പാണ്, മഹർഷിമാർ പറഞ്ഞത് വെറുതെ ആവില്ല എന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയി രാഗി പൊടിച്ച് സമുദ്രത്ത് കലക്കി. അത് ഏരക പുല്ല് കണ്ട് ഒരു തരം പുല്ലായിട്ട് ഈ സമുദ്രത്തിൻ്റെ തീരത്ത് മുളച്ചുണ്ടായി. എന്നിട്ട് അതിലുണ്ടായ ഒരു കഷ്ണം സമുദ്രത്തിൽ വലിച്ചെറിയുകയും ചെയ്തു. അതൊരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിന് ഒരു വെനി കിട്ടി, മുക്കുവൻ അതിനെ കയറുമ്പോൾ ഇരുമ്പ് കഷ്ണം കിട്ടി. അതിനെ കൊണ്ടുപോയി കാട്ടാളിന് കൊടുത്തു. കാട്ടാളിനതിനെ എന്ത് ചെയ്തു, ഒരു അമ്പുണ്ടാക്കി. പുരവാസികളോടരുൾ ചെയ്തിടാൻ
മുരഹരനയ പരമപുരുഷൻ നടുത്തിതാപത്തിനതീനായിട്ടത്രേ കടുപ്പമേറും ദുർനിമിത്തം കാണുന്നു. ഇവിടം കൈവിട്ടു പുറപ്പെടുക നാം പവിത്രമാം തീർത്ഥപ്രവരമാടുവാൻ ഭഗവത് ഉദ്യോഗം പരിചോടു കണ്ടു. ഭഗവത് ഭക്തനുദ്ധവരും ചൊല്ലിനാൻ തിരു മനസ്സെന്തെന്നറിയാഞ്ഞിങ്ങുള്ളിൽ പരിതാപം പരം മമ ഭഗവാനെ അടിമലരിനായൊടു ചേർത്തിടണമടിയനെ പുനരിനി മടിയാതെ വെടിയാതെ പോറ്റി ധൃതിയുമില്ലതു മടിയനു പിരിഞ്ഞിരിപ്പതീനതും അതു കേട്ടു ദേവനരു ചെയ്തിടിനൻ മതിമാനാകും. ഉദ്ധവരോടന്നേരം പറഞ്ഞിടാ മമ പരമാർത്ഥമെങ്കിൽ അറിഞ്ഞുകൊണ്ടാലും വികൽപ്പം കൂടാതെ പിരിഞ്ഞിരിക്കയില്ലൊരിക്കലും ഞാനോ നിറഞ്ഞിരിപ്പൊരു പരമാത്മാവു ഞാൻ. ഇവണ്ണം ആത്മാനമുപദേശിച്ചുടനവനയുമയച്ചിതു ഭഗവാനും വിദുരരോടു ചൊല്ലുക കൗഷാരവി ഹൃദയം ഞാൻ പുനരിരിക്കുമെന്നതും അരുൾ ചെയ്ത നേരം തൊഴുതവൻ താനും നാരായണാശ്രമം പ്രതി പോയാൻ. പുനരഥായതൂവരന്മാരുമായി കനിവോടു കൂടെ എഴുന്നള്ളിനാഥൻ സമുദ്രതീർത്ഥ സ്നാനവും കഴിച്ചവരമർത്യപൂജയും കനിവോടെ ചെയ്ത പിതൃക്കൾക്കു തൃപ്തി വരുത്തി വൈകാതെ യദുക്കൾ ദാനവും ദ്വിജന്മാർക്കു ചെയ്ത കളഭമാല്യഭൂഷണ വസ്ത്രങ്ങളാൽ അലങ്കരിച്ചവരഹങ്കരിച്ചേറ്റം പൂജിച്ചു മദ്യവും ജഡതി സേവിച്ചു ഭജിച്ചിതു ഭഗവതിയെയും നന്നായി മതിച്ചു തന്നെത്താൻ മറന്നു യാദവ് രുതിച്ചൊരു രജോ ഗുണബലത്തിനാൽ സമപ്രധാന മാനസന്മാരന്നേരം ഭ്രമിച്ചു നാണവും മകലെ കൈവിട്ടാർ പതകം ഭാരത സമരമൂലമായി കൃതവർമാവും സാത്യകിയുമുണ്ടായി പരസ്പരമുള്ളിലവിടെ സ്പർദ്ധയും പെരുത്തതുച്ചത്തിൽ പറഞ്ഞറന്നേരം വചസ വന്നില ജയമതു മൂലം നിശീതമായുധമെടുത്താരന്നേരം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഉദ്ധവരോട്, നമുക്ക് എല്ലാവരും കൂടി നമുക്കൊരു സമുദ്രതീരത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്യാനുണ്ട്, പോവാലോ എന്ന് പറഞ്ഞു. അന്നേരം നല്ലോണം ആപത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഈ ഉദ്ധവർ ഒരു പിരിഞ്ഞിരിക്കൂല. ഭഗവാൻ ഒരു 10 വയസ്സായിട്ട് പിന്നെ മധുരയിലേക്ക് ഭഗവാൻ പോയെന്ന് തൊട്ടിട്ട് ഉദ്ധവരും ഭഗവാനും പിരിഞ്ഞിട്ടില്ല. ഭഗവാൻ മാറ്റി ഇന്നൊടുത്തത് നാളെ കഴുകാനിട്ടാൽ അത് ഇദ്ദേഹം എടുത്ത് കൊടുക്കും. അത് ഭഗവാൻ ഒരു മരിപ്പിൽ കളഞ്ഞിട്ട് അത് ഇദ്ദേഹം എടുത്ത് ചൂടും എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ എല്ലാം പിന്നെ ഔഷ്ടിഷ്ടത്തിന് കാത്തു നിൽക്കുന്ന ഒരാളാണ് ഉദ്ധവർ. അങ്ങനെയില്ല, എനിക്ക് പിരിയാനാവൂല ഭഗവാനെ, എനിക്ക് പിരിയാനാവില്ല, എന്നെ പിരിഞ്ഞിട്ട് എവിടെയും പോലെ എന്തോ ഒന്ന് തോന്നുന്നുണ്ടല്ലേ പടിയനി എന്നെല്ലാം പറഞ്ഞിട്ട് കരയാൻ ചെയ്യുന്നു. ഞാൻ എവിടെയും പോവില്ല, ഞാനെല്ലാം ലോകം സർവ്വചരാചരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയി സമുദ്രതീരത്ത്. എന്നിട്ട് അവിടെ എല്ലാം വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു, പിതൃക്കൾക്കെല്ലാം തൃപ്തി വരുത്തി. അങ്ങനെ വസ്ത്രമെല്ലാം കളഭവും മാലും വസ്ത്രങ്ങളെല്ലാം അലങ്കരിച്ചു. അവർ നല്ലോണം മദ്യപാനം ചെയ്തു. അപ്പോൾ പണ്ട് ഈ കൃതവർമാവും സാത്വികയും എല്ലാം നല്ല സ്നേഹത്തിലുണ്ടായവരാണ്. അവർക്ക് അവിടുന്ന് പരസ്പരം ദേഷ്യം വന്നു. വചസ വന്നില്ല ജയമതോ മൂലം. അപ്പം വാക്കുകൊണ്ട് പരസ്പരം ഇവർക്ക് ജയിക്കാൻ കഴിയായിട്ട് ആയുധെടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെ മറ്റേവരും അടിച്ചു. എല്ലാവരും കൂടെ അടിച്ചു വെട്ടവും പാലും അച്ഛനും മോൻ അച്ഛനും അമ്മാവൻ മരുമോൻ അമ്മാവൻ പറഞ്ഞ പോലെ ഒന്നും മദ്യപാനം ചെയ്തിട്ട് ഇവർക്കിപ്പോൾ ഒന്നും പരസ്പരം ബോധമില്ലാത്തൊരവസ്ഥയിലാണ് ഇവരുള്ളത്. ഒരേ അടവും പാലും അടി തന്നെ. പിന്നെ ചെയ്യണ്ട്. ഭഗവാൻ വിചാരിച്ചു ഏട്ടനും പോയി, ഏതായാലും ഏട്ടൻ പോയി വെള്ളത്തിൽ അനന്തനോട് കൂടെ ചേർന്നു. ഇനിയിപ്പോൾ എൻ്റെ സമയമായി, ഞാൻ ഇവിടെ വെറുതെ സമയം കളയുന്നില്ല, ഞാനും പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു ഭഗവാൻ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇടത് കാലിൻ്റെ മേലെ വലത് കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ബാക്കി എനിക്ക് ആവൂല, എനിക്ക് ബാക്കി പാരായണം ചെയ്യാനും പറയാനും ആവൂല. നമുക്ക് ഏതായാലും ഭഗവാന്റെ ഒരു വിധം അങ്ങനെയല്ലേ, നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെ നമുക്ക് നോക്കാം ഭഗവാന്റെ
വൈകുണ്ഠത്തിലേക്ക് പോകില്ല. ഭഗവാൻ ഭാഗവതത്തിൽ ലയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഭഗവാൻ ഭാഗവതത്തിൽ ലയിക്കുന്ന ആ ഒരു സന്ദർഭമൊക്കെ നമുക്ക് നാളെ പറയാനും പാരായണം ചെയ്യാനും ഇടവെട്ടത്തെ പൊന്നു തമ്പുരാനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലപരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.